നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് മീഡിയക്കാരെയൊക്കെ വിളിച്ചു വരുത്തുന്നുണ്ട്. ആകാശവും ആനും എല്ലാം ചേർന്നിട്ട് മീഡിയക്കാരൊക്കെ വന്നു കഴിഞ്ഞപ്പോ സിഐക്ക് ആകെപ്പാടെ ടെൻഷൻ. രാമഭദ്രന് ഇത്ര സമയം ഉണ്ടായിരുന്ന അയാളുടെ ആ ഒരു ശൗര്യമൊക്കെ ഒരു നിമിഷം കൊണ്ട് കെട്ടടങ്ങി. അയാൾക്ക് മനസ്സിലായി കളി കയ്യിൽ നിന്ന് പോയെന്നുള്ള കാര്യം. ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല. നിൽക്കുമ്പോഴത്തേനും ബാലന് മീനാക്ഷിയെ ചതിക്കാൻ കൂട്ടുന്ന ആ ബിനുവിന്റെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, സത്യം പറയടാ, എല്ലാം എന്തൊക്കെയാന്ന് തുറന്നു പറയാൻ പറഞ്ഞു. മീഡിയക്കാരൊക്കെ ക്യാമറയൊക്കെ ഓണാക്കി അയാളുടെ വാക്കുകൾക്ക് വേണ്ടി നിൽക്കുകയാണ്. ഈ സമയത്ത് അയാളുള്ള സത്യങ്ങളൊക്കെ തുറന്നു പറയാണ്. മീനാക്ഷി കൈക്കൂലി മേടിച്ചിട്ടില്ല. ശരിക്കും മീനാക്ഷിയെ കുടുക്കിയത് കൃഷ്ണമംഗലത്തെ അച്യുതനും അതോടൊപ്പം തന്നെ സബ് രജിസ്റ്റർ ഓഫീസിലെ സ്റ്റാഫായ ശരത്തും കൂടെ ചേർന്നിട്ടാന്ന് പറഞ്ഞു. മീനാക്ഷി ഇത് കേട്ടിഞ്ഞപ്പോ ഒരന്താളിപ്പോഴുകൂടി അയാളെ നോക്കുകയാണ്. അപ്പൊ ഇത്ര സമയം ആകാശാന്ന് കരുതിയിരുന്ന, പക്ഷെ ആകാശല്ലെന്നുള്ള സത്യം മീനാക്ഷിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. പിന്നീട് അയാൾ പറഞ്ഞു, ശരിക്കും പറഞ്ഞാല് ഇത് ചെയ്തത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃഷ്ണമംഗലത്തെ അച്യുതൻ സാറിന് ഒരു ഫയൽ സൈൻ ചെയ്ത് കിട്ടാനുണ്ടായിരുന്നു. ക്വാറിയുടെ ഒരു ലൈസൻസിന് വേണ്ടിയിട്ട്. കുറെ കാലമായി മീനാക്ഷിയുടെ പിന്നാലെ നടക്കുന്ന അതിന് വേണ്ടിയിട്ട്. പക്ഷേങ്കിൽ അത് ചെയ്തു കൊടുക്കാനായിട്ട് മതിയായ രേഖകളില്ലാത്തതുകൊണ്ട് മീനാക്ഷി തയ്യാറായില്ല. അപ്പൊ മീനാക്ഷിയെ കൊടുക്കാൻ വേണ്ടി ചെയ്തൊരു കാര്യമെന്ന് പറഞ്ഞു. മീഡിയക്കാരതെല്ലാം ഒപ്പിയെടുത്തോണ്ടിരിക്കുകയാണല്ലോ, എല്ലാം റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുക. അതിനു വേണ്ടിയിട്ട് എന്നെ നിയോഗിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ആ കാര്യങ്ങളൊക്കെ അറിയണേ. ഓഫീസ് സ്റ്റാഫ് ശരത്താണ് അച്ചു സാറിനോട് ആ കാര്യങ്ങൾ ചെന്ന് പറയുന്നത്. മീനാക്ഷിക്ക് ഒരു 25,000 രൂപയുടെ ആവശ്യമുണ്ടെന്ന്. അത് അവരുടെ ഓഫീസിലെ വീണ മാഡം കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ വീണ മാഡത്തിന്റെ വീട്ടിൽ നിന്ന് പോയി ആ പൈസ ആകാശ് എന്ന പേര് കളക്ട് ചെയ്ത ഞാനാണ്. പിന്നീട് വിജിലൻസുകാരെ അറിയിച്ചു. അപ്പൊ വിജിലൻസുകാരത് അത്തേല് ഫിനോഫ് തന്നെ വിരട്ടി തന്നു. ഞാൻ കൈക്കൂലി മേടിക്കുന്ന മീനാക്ഷി എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഒടുവില് ആ പണവുമായിട്ട് നേരെ മീനാക്ഷിയുടെ വീട്ടിലേക്ക് വന്നു. മീനാക്ഷിയുടെ അമ്മയുടെ കൊടുത്തു. മീനാക്ഷി വന്ന പൈസയൊക്കെ എണ്ണി നോക്കി കഴിഞ്ഞപ്പോഴത്തേനും വിജിലൻസുകാരെ എന്ന് പിടികൂടുക ചെയ്തേ. വള്ളി പുള്ളി വിടാതെ ഉള്ള സത്യങ്ങൾ മൊത്തം പറഞ്ഞു. മീഡിയക്കാര് വെറുതെ വിടുവോ? അവരിത് വലിയ വാർത്തയാക്കുവാണ്. ഈ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് CI രാമഭദ്രന്. അപ്പോഴേക്കും ബാലിന് കട്ടക്കലിപ്പായി. ബാലിന് ഓടിച്ചെന്നിട്ട് ആ ബിനുവിന്റെ കാരണം തീർത്ത് ഒന്ന് പൊട്ടിക്കുകയാണ്. നീ എന്താടാ ചെയ്തേ? അച്യുതനുമായിട്ട് ചേർന്നിട്ട് എന്റെ കുടുംബത്തെ, എന്റെ മോളെ നീ നാണം കെടുത്താൻ ശ്രമിച്ചല്ലേന്ന് ചോദിച്ചു. പിന്നീട് മീഡിയാസിനോട് പറഞ്ഞു, ഇതാണ് ശരിക്കും സംഭവിച്ചത്, എന്റെ മരുമോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ആകാശും ആരനും ഒക്കെ പിന്നീട് കാര്യങ്ങളൊക്കെ വിസ്തരിക്കുന്നുണ്ട്. അവര് പെട്ടെന്ന് തന്നെ അത് എക്സ്ക്ലൂസീവ് ന്യൂസ് ആയിട്ട് പുറത്തു വിടുവാണ്. ന്യൂസ് ചാനലെല്ലാം വന്നു. കാരണം കള്ളക്കേസിലെ മീനാക്ഷിയെ കൊടുക്കാൻ നോക്കി, ഇന്നാണ് സംഭവം എന്നൊക്കെ. അവർക്ക് ഇത്തിരി ഇത് കിട്ടിയിട്ടുണ്ട്, പിന്നെ പറയണോ? അത് അവർ പൊലിപ്പിച്ച് അങ്ങോട്ട് വിടും. മീനാക്ഷിക്ക് എപ്പോഴാണ് ശരിക്കും ഒരു സമാധാനമായത്. മീനാക്ഷിക്ക് ഉറപ്പുണ്ടായിരുന്നു തന്നെ രക്ഷിക്കാനായിട്ട് ദേവമംഗലംകാർ വരും എന്നുള്ളത്. മീഡിയക്കാർ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും CIയുടെ അടുത്തേക്ക് ബാലൻ ചെന്നു. ബാലൻ ചെന്നിട്ട് പറഞ്ഞു, ഇപ്പൊ സാറിന് മനസ്സിലായി കാണുമല്ലോ എന്റെ മോള് തെറ്റുകാരിയല്ല. ഇതിന്റെ എല്ലാം പിന്നെ കൃഷ്ണമംഗലത്തെ അച്യുതനാന്നുള്ള കാര്യം. സാറേ, അപ്പൊ ഇനി നടപടി എടുക്കുമല്ലേന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയില്ല നിൽക്കുക. അല്ല, സാറിനും ഇതിനകത്ത് പങ്കുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാന്ന് പറഞ്ഞു. ഈ സമയത്ത് ആര്യം വന്നിട്ട് പറഞ്ഞു, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാറിന്റെ തൊപ്പി ഇപ്പൊ തെറിപ്പിക്കണ്ട, സാറിന്റെ പേരൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഉണ്ടല്ലോ സാറ് പിന്നെ ഈ സ്ഥാനത്ത് തുടരില്ലായിരുന്നു പറഞ്ഞു. തൊപ്പിയില്ലാതെ വീട്ടിൽ പോയി ഇരിക്കേണ്ട വന്നേനെന്ന് പറഞ്ഞു. ആ സമയത്ത് CI പറഞ്ഞു, ദൈവത്തെ ഓർത്ത് എന്നെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞു. ഉപദ്രവിക്കരുത് പോലും നാണമുണ്ടോ? താനൊന്നുമില്ലല്ലോ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ, ഒരു പോലീസുകാരനല്ലേ, ഇങ്ങനെ മറ്റുള്ളവരുടെ അടിമയെ പോലെ കഴിയാതെ അധ്വാനിച്ച് ജീവിക്കാലോ, തനിക്ക് ജോലിയുള്ളല്ലേ, പിന്നെ എന്തിനാടോ താന് ഈ കൈക്കൂലിപ്പണമൊക്കെ വാങ്ങുന്നേ? എന്റെ മോള് കൈക്കൂലി മേടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് കള്ളക്കേസ് കുടുക്കിയിട്ട് എന്നിട്ട് താനാണല്ലോ കൈക്കൂലി മേടിക്കണമെന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോ CI പറഞ്ഞു, എനിക്കൊരു കുടുംബമുള്ള എന്നെ നാണം കെടുത്തില്ലെന്ന് പറഞ്ഞു. തന്റെ കുടുംബം കാണിച്ചു തരാം. ഈ സമയം ബിനുവിനെ പിടിച്ച് അകത്തിട്ടുണ്ടായിരുന്നു. കാരണം അയാളാണല്ലോ ഇനിയിപ്പം അച്യുതനൊക്കെയാണ് ഇതിന്റെ പിന്നിൽ നിന്നുള്ള സത്യങ്ങൾ നാട്ടുകാർ മുഴുവൻ അറിഞ്ഞല്ലോ. പോരാ തന്നെ കാർ ലൈസൻസിന് വേണ്ടിയിട്ടും കൂടെയാണ്. ഒരു കാരണവശാലും ഇനിയിപ്പോ ആ ലൈസൻസ് അയാൾക്ക് കിട്ടാൻ പോകുന്നില്ല. അവസാന വഴി അടഞ്ഞു. ഇനി കൃത്യമായിട്ട് രേഖകൾ കൊണ്ടേ കൊടുത്താൽ മാത്രമേ കിട്ടത്തുള്ളൂ. അങ്ങനെ പോലീസ് സ്റ്റേഷനിലെ പ്രകടനങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ബാലന് മീനാക്ഷിയൊക്കെ കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. പിന്നീട് ആകാശിന്റെ അടുത്ത് എന്നിട്ട് മീനാക്ഷി പറഞ്ഞു, ആകാശേട്ടാ സോറി കേട്ടോ, ഞാൻ കരുതിയത് ആകാശേട്ടനായിരിക്കുമെന്ന്. അപ്പോഴേക്കും ആകാശം മീനാക്ഷി കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുമോ? നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ അങ്ങനെ ചെയ്യൂന്ന്? ഒരിക്കലും ഇല്ല.
ഞാനങ്ങനെ പറയുമ്പം പറയും, പക്ഷെ എനിക്ക് നിന്നോട് സ്നേഹമാ, നീ എന്നിട്ടത് മനസ്സിലാക്കിയില്ലെന്ന് പറഞ്ഞു. മീനാക്ഷിയോട് സോറി, ഞാൻ വിചാരിച്ചു ആകാശാണ് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം എന്നെ കുരുക്കാൻ വേണ്ടിയിട്ട് മീനാക്ഷി സ്റ്റോഴ്സ് തുറക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് എന്നെ കുടിക്കാന്നൊക്കെയുള്ള കാര്യം. അപ്പോഴേക്കും ആര്യം പറഞ്ഞു, ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു മീനാക്ഷി അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരിക്കലും ആകാശാണ് അങ്ങനെ ചെയ്യില്ലെന്ന്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സത്യത്തിന്റെ പിന്നാലെ പോയത്. പിന്നെ CCTV ദൃശ്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമായെന്ന് പറഞ്ഞു. ഭാരത ആകാശിനോട് സോറി പറയുന്നുണ്ട്, ഞാനും നിന്നെ തെറ്റിദ്ധരിച്ചു, ഞാനും നിന്നെ തല്ലി. ആകാശിന് സാരമില്ല അച്ഛാ, അച്ഛന്റെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ഇങ്ങനെയൊക്കെ തെറ്റിദ്ധരിക്കും. കാരണം പെട്ടെന്ന് ഇങ്ങനെ മീനാക്ഷി പറഞ്ഞു കഴിയുമ്പം ആരാണെങ്കിലും ഓർക്കും അങ്ങനെ ചെയ്തതായിരിക്കും. ചിലപ്പോൾ ആ ലൈസൻസിന് വേണ്ടിയിട്ട് ആകാശായിരിക്കും ഇങ്ങനെ ചെയ്തേന്ന്. അങ്ങനെ അവരൊക്കെ സന്തോഷത്തോട് കൂടിയിട്ട് വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വന്ന് മീനാക്ഷിനെ അവിടെ ആക്കിയിട്ട് ബാലനും ബാക്കിയുള്ളവരോട് പറഞ്ഞു, എടാ മക്കളെ വാടാ, നമുക്കിനി ഒരു പണിയും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അച്യുതനല്ലേ പണി കൊടുത്തേ, അപ്പൊ അച്യുതനെ വെറുതെ വിട്ടിട്ട് കാര്യമുണ്ടോ? അവനിട്ട് ആദ്യം കൊടുക്കണം, പിന്നീട് അവനെ പോലീസ് പിടിക്കാൻ പാടുള്ളൂ. അതിനുമുമ്പ് കൊടുക്കേണ്ടതൊക്കെ കൊടുക്കണം എന്ന് കരുതി ബാലൻ തന്റെ മക്കളെയും കൂട്ടി അച്യുതനെ അന്വേഷിച്ച് പോവാണ്. ഈ സമയത്ത് കോമതി മീനാക്ഷി കെട്ടിപ്പിടിച്ച് കരയാണ്. അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, അമ്മ എന്തിനാ സങ്കടപ്പെടുന്നേ? സങ്കടപ്പെടുന്നൊന്നും വേണ്ട, ഞാനിങ്ങോട്ട് വന്നില്ലേ, ഇപ്പൊ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആയെന്ന് പറഞ്ഞു. അങ്ങനെ അകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി പറഞ്ഞു, മോളെ എന്നാലും ഞാൻ കുറച്ച് സമയത്തേക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതായിപ്പോയി. ഞാൻ പലവട്ടം അങ്ങോട്ടേക്ക് വരാൻ തുടങ്ങിയതാ പോലീസ് സ്റ്റേഷനിലേക്ക്. പക്ഷെ അനു ദേവിമോളും ഒന്നും സംഭവിച്ചില്ല, അതുകൊണ്ട് മാത്രം ഞാൻ വരാത്തേന്ന് പറഞ്ഞു. മീനാക്ഷി പറഞ്ഞു, അമ്മ വന്നാലും പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലായിരുന്നു, പുറത്ത് നിൽക്കാന്ന് മാത്രം ഉണ്ടായിരുന്നുള്ളൂ അമ്മേ. എന്നാലും എന്റെ മോള് വിഷമിച്ചില്ലേ? എന്തിന്? എനിക്കറിയായിരുന്നു എന്നെ രക്ഷിക്കാനായിട്ട് ദേവമംഗലത്തുള്ളവർ വരുമെന്ന്. അതെന്താ മോള് അങ്ങനെ പറഞ്ഞ്? എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നമ്മേ എന്നെ കൈവിടില്ലാന്ന്. അല്ലെങ്കിലും ഈ വീട്ടിലുള്ളവർ എനിക്ക് വിശ്വാസമുണ്ട്, അതുകൊണ്ടല്ലേ കൃത്യസമയത്ത് തന്നെ അവര് വന്നത്. ഞാൻ നിരപരാധിയാന്ന് തെളിയിച്ചെന്ന് ചോദിച്ചു. പിന്നീട് കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ഗോമതി പറഞ്ഞു, എന്നാലും ഇത്രയ്ക്ക് ദുഷ്ടന്മാരാവുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല മോളെ, എൻ്റെ ആങ്ങളമാര്. എന്നാലും എൻ്റെ മോളോട് ഈ ചതി വേണ്ടായിരുന്നൊക്കെ പറഞ്ഞു. പിന്നീട് ഇത് ന്യൂസായി കഴിഞ്ഞപ്പോഴത്തേനും കൃഷ്ണമംഗലത്ത് ഇന്ദിരാമ്മയ്ക്ക് ഇത് അറിഞ്ഞു. ഇന്ദിരാമ്മയ്ക്കൊക്കെ സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. കാരണം ഇന്ദിരാമ്മ ആദ്യം ചോദിച്ചാണ്, ഇതിന്റെ പിന്നിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പങ്കുണ്ടാവുന്ന തന്റെ ആൺമക്കളോട് ചോദിച്ചാണ്. അപ്പൊ അവരില്ലെന്നൊക്കെയാ പറഞ്ഞത്. പക്ഷേങ്കില് ഇതിന്റെ പിന്നിൽ അച്യുതനാന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദിരാമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നതിലപ്പുറം. ഈ സമയം അച്യുതൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു മീനാക്ഷിയെ വെറുതെ വിട്ടെന്നുള്ള കാര്യം. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അച്യുതന്. പെട്ടല്ലോ, ഇനിയിപ്പൊ തന്നെ വന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുന്നൊരു പേടി കാരണം അച്യുതന് വീട്ടിലേക്ക് പോലും വരാതെ ഒളിച്ചിരിക്കുമായിരുന്നു. പക്ഷെ അച്യുതൻ എവിടെയുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ബഹലിനും ആകാശവും ഒക്കെ അറിയുവാണ്. ഒടുവില് അച്യുതനെ പിടികൂടാനായിട്ട് അവരുടെ ഒരു ഗോഡൌൺ ഉണ്ട് കൃഷ്ണമംഗലത്തിന്റെ, അങ്ങോട്ടേക്ക് ചെന്നവര് അച്യുതനെ അവിടെ ഇട്ട് അടിച്ച് ശരിപ്പെടുത്തണം. അപ്പോഴേക്കും കുറെ ഗുണ്ടകളും കൂടെ അങ്ങോട്ട് വന്നു. ആകാശവും ആരും വയ്ക്കല്ലേ വിട്ട് കൊടുക്കുവോ? അവിടെ ഇട്ട് നല്ലതല്ലായിരുന്നു. ഒടുവില് ബാലനെ അച്യുതൻ തൊഴിച്ചു. ബാലൻ പോയി താഴേക്ക് വീഴുന്ന സമയത്ത് ഇത് കണ്ടോണ്ടാണ് ആര്യന് തിരിയുന്നത്. പിന്നീട് അച്യുതൻ അവിടെ ഇട്ട് തല്ലി ചതയ്ക്കുന്നുണ്ട്. ഇഞ്ച പരുവാക്കി വിട്ടു. മേലാല് എന്റെ കുടുംബത്തിന് നേരെ കയറി കളിച്ചാറുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ബാലൻ ചെന്ന് ബാലന്റെ വീതവും കൊടുത്തു. നേരത്തെ ആലോകനിട്ടാ കൊടുത്തെങ്കിൽ ഇപ്പൊ ഈ തവണ കിട്ടിയത് അച്യുതനിട്ടാണ്. നല്ലവണ്ണം തന്നെ അച്യുതനോട് ചത കിട്ടുന്നുണ്ട്. എന്താണെങ്കിലും അവര് തല്ലി ചതച്ചു പോകുന്നതിന് ശേഷം അച്യുതനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം അച്യുതനാണല്ലോ ഇതിന്റെയൊക്കെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കള്ളക്കേസിലെ മീനാക്ഷിയെ കുടുക്കിയത്. പോരാത്തതിന് മീനാക്ഷി നിരപരാധി എന്നുള്ള കാര്യങ്ങളൊക്കെ മീഡിയക്കാരൊക്കെ പുറത്തു വിട്ടുണ്ടായിരുന്നു. അതിന്റെ തെളിവുകളും കൊണ്ടുവന്ന് പോരാത്തതിന് സാക്ഷിമൊഴിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ വീണ്ടും കൃഷ്ണമംഗലംകാർക്ക് നല്ല ഇടിവെട്ട് പണിയാണ് കിട്ടുന്നത്. എത്ര കിട്ടിയാലും പഠിക്കില്ല എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും അവരെ തല പൊക്കിക്കൊണ്ടുവരും. പക്ഷെ ഇത്തവണ നല്ല ഒന്നാം തന്നെ അടി തന്നെയാണ് അച്യുതന്റെ നിറകം തല നോക്കി കിട്ടിയത്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.